ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ആരെയാണോ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത്, ആരെയാണോ വീട്ടിൽ ഇറങ്ങി വരാൻ ആഗ്രഹമുണ്ടെങ്കിലും ഒട്ടും കഴിയാത്തത്, ആരാണോ നിങ്ങളെ വീണ്ടും വീണ്ടും വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, സത്യം പറഞ്ഞാൽ അത് നിങ്ങൾ അവരെ അത്രമേൽ സ്നേഹിക്കുന്നതുകൊണ്ടൊന്നും ആയില്ല. പകരം നിങ്ങളുടെ മനസ്സ് അവരോട് അഡിക്റ്റഡ് ആയി പോയതുകൊണ്ടാവാം. ഒരു കാര്യം ചോദിക്കട്ടെ, എന്തിനാണ് ചിലർ ഇത്രയധികം വേദന സഹിച്ചിട്ടും ആ റിലേഷൻഷിപ്പ് തന്നെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത്? തന്നെ തകർക്കുന്ന ഒരാളെ അവരെന്തിനാണ് മറ്റുള്ളവരുടെ മുന്നിൽ ഇപ്പോഴും ന്യായീകരിക്കുന്നത്? ഇതൊരിക്കലും നിങ്ങളുടെ വീക്ക്നെസ് അല്ല, ഇത് സ്നേഹമല്ല. ഇതിനെയാണ് ട്രോമ ബോണ്ടിങ് എന്ന് വിളിക്കുന്നത്. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴേക്കും നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ആ ഒരു കാഴ്ചപ്പാട് തന്നെ മാറിയേക്കാം. പലരും വിചാരിക്കുന്നത് എന്താണെന്നറിയോ, ഒരേപോലെ സങ്കടം അനുഭവിച്ച രണ്ടുപേരും തമ്മിലുള്ള ആത്മബന്ധമാണ് ഈ ട്രോമ ബോണ്ടിങ് എന്ന്. പക്ഷെ സത്യം അതല്ല, സംഗതി അതിലും ഭീകരാണ്. തന്നെ നിരന്തരം വേദനിപ്പിക്കുന്ന, മാനസികമായി തകർക്കുന്ന ഒരാളോട് നമുക്ക് തോന്നുന്ന ഒരു വല്ലാത്തൊരു അഡിക്ഷനാണിത്, ആസക്തിയാണ്. മനുഷ്യ മനസ്സിനെ കൊടുക്കുന്ന ഏറ്റവും വലിയ കെണികളിലൊന്ന്. ഇതിൽ ഏറ്റവും പേടിപ്പെടുന്ന കാര്യം എന്താണെന്നറിയോ, ഇത് കണ്ട ശരിക്കും സ്നേഹം പോലെ തന്നെ ഇരിക്കും. നിങ്ങളെ ചതിക്കുന്നതും ആ ഒരു തോന്നലാണ്. അതുകൊണ്ട് ഇന്ന് നമുക്ക് ഈ തോന്നലങ്ങോട്ട് പൊളിച്ചെടുക്കാം. നിങ്ങൾ ഈ അനുഭവിക്കുന്നത് സ്നേഹമല്ല, മറിച്ചൊരു ട്രാപ്പാണ് മനസ്സിലാക്കി തരുന്ന 8 ലക്ഷണങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴേക്കും നിങ്ങൾ ആ പഴയ നിങ്ങളായിരിക്കില്ല. അപ്പോൾ തുടങ്ങല്ലേ. ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത്, തുടക്കത്തിൽ അവരൊരു സംഭവമായിരിക്കും. നിങ്ങളുടെ ആ ബന്ധത്തിൻ്റെ തുടക്കം ഒന്ന് ഓർത്ത് നോക്കിയേ. ആൾ പക്ക പെർഫെക്റ്റ് ആയിരുന്നില്ലേ? നല്ല സ്വഭാവം, ഭയങ്കര കെയറിങ്, നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ജനിച്ച ഒരാളെ പോലെ തോന്നിയിട്ടുണ്ടാകും. എല്ലാ ട്രാപ്പും തുടങ്ങുന്നത് ഇങ്ങനെ തന്നെയാണ്. കാരണം തുടക്കത്തിലെ വേദന തരുന്ന ഒരാളെ ആരെങ്കിലും സ്നേഹിക്കുമോ? ഒരിക്കലുമില്ല. പക്ഷെ പതിയെ പതിയെ കഥ മാറും. ആ സ്നേഹം വല്ലാത്തൊരു കൺഫ്യൂഷനായിട്ട് മാറും. ആ കെയറിങ് പതുക്കെ ഒരു കൺട്രോളിങ് ആയിട്ട് മാറും. അപ്പോൾ നിങ്ങൾ സ്വയം ചോദിക്കും, ഞാൻ സ്നേഹിച്ച ആ പഴയ ആൾക്ക് എന്ത് പറ്റി എന്ന്. പക്ഷേ ഇതാണ് ആ കയ്പുള്ള സത്യം. തുടക്കത്തിൽ നിങ്ങൾ കണ്ട പെർഫെക്റ്റ് രൂപം അത് നിങ്ങളെ ഈ കെണിയിൽ വീഴ്ത്താനുള്ള വെറൊരു ഹൂക്കായിരുന്നു, ചൂണ്ടക്കൊളുത്തില്ലേ, അത് മാത്രമായിരുന്നു. ഇനി രണ്ടാമത്തെ ലക്ഷണം, ഇതൊരു ഇമോഷണൽ റോളർ കോസ്റ്റ് പോലെയാണ്. ഇന്ന് അവർ നിങ്ങളെ വല്ലാതെ വേദനിപ്പിക്കും. പക്ഷെ നാളെ വരുമ്പോൾ ആൾ മാറും. കാല് പിടിച്ച് മാപ്പ് ചോദിക്കും, ഒരുപാട് സ്നേഹം വാരിക്കോരി തരും, വലിയ വലിയ വാഗ്ദാനങ്ങൾ തരും. പെട്ടെന്ന് നിങ്ങൾക്ക് വീണ്ടും പ്രതീക്ഷ വന്നു, അയ്യോ പാവം ആൾ മാറിയല്ലോ എന്ന്. പക്ഷേ ഈ കളി ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ആദ്യം വേദന, പിന്നെ ചെറിയ സ്നേഹം, പിന്നെ വേദന, പിന്നെ ചെറിയ സന്തോഷം. റോളർ കോസ്റ്റ് ഇട്ടിട്ടില്ലേ? സത്യത്തിൽ നിങ്ങളുടെ തലച്ചോറിന് അഡിക്റ്റഡായി മാറുകയാണ്. ആ പഴയ നല്ല സ്വഭാവമുള്ള ആളെ എപ്പോഴെങ്കിലും തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് നിങ്ങൾ അവിടെ തന്നെ നിൽക്കും. ഇത് സ്നേഹമല്ല ഫ്രണ്ട്സ്, ഇതൊരു തരം സൈക്കോളജിക്കൽ കെണിയാണ്. ഒരു കണ്ടീഷനിങ് മാത്രമാണിത്. മൂന്നാമത്തെ ലക്ഷണം, നിങ്ങൾ അവരുടെ വെറുമൊരു ഇമോഷണൽ ടാർഗറ്റായിട്ട് മാറും. അവർക്ക് ഓഫീസിൽ വല്ല പ്രശ്നം ഉണ്ടായോ, അതിൻ്റെ ദേഷ്യം മുഴുവൻ തീർക്കുന്നത് നിങ്ങളുടെ അടുത്തായിരിക്കും. വീട്ടിലെന്തെങ്കിലും വഴക്കോ പ്രശ്നങ്ങളുണ്ടോ, അവിടെയും നിങ്ങൾ അവരുടെ ഒരു പഞ്ചിങ് ബാഗായിട്ട് മാറും. ചുരുക്കത്തിൽ പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ എന്ത് കുഴപ്പമുണ്ടായാലും അതിൻ്റെ പഴി കേൾക്കേണ്ടി വരുന്നത് നിങ്ങളാണ്, അതിന് വില കൊടുക്കേണ്ടി വരുന്നത് നിങ്ങളാണ്. ഇതിൽ ഏറ്റവും വലിയ കഷ്ടം എന്താണെന്നറിയോ, നിങ്ങളിത് പതിയെ പതിയെ അംഗീകരിച്ചു തുടങ്ങും. പാവം ആൾക്ക് നല്ല സ്ട്രെസ് ഉള്ളതുകൊണ്ടാവും എന്ന് പറഞ്ഞ് നിങ്ങൾ സ്വയം സമാധാനിക്കും. പക്ഷെ നിങ്ങളുടെ മനസ്സിനുള്ളിൽ നിങ്ങൾക്കറിയാം ഈ കാണിക്കുന്ന ഒട്ടും ശരിയല്ല എന്ന്. ഇങ്ങനെ ഒരു പെരുമാറ്റം സഹിക്കാൻ മാത്രം നിങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തതെന്ന്. നാലാമത്തെ ലക്ഷണം, ഇതൊരു സൈലന്റ് കില്ലറാണ്. നിങ്ങളെ പതുക്കെ പതുക്കെ എല്ലാവരിൽ നിന്നും ഒറ്റപ്പെടുത്തുക, ഐസൊലേറ്റ് ചെയ്യുക എന്നാണത്. തുടക്കത്തിൽ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷം തോന്നും. എൻ്റെ കൂടെ എപ്പോഴും സമയം ചിലവാക്കാൻ ആഗ്രഹമുള്ള ആളാണ്, എന്നെ എത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ടല്ലോ എന്നൊക്കെയാവും നിങ്ങളെ വിചാരം. പക്ഷെ സാവധാനം കളി മാറും. അവർക്ക് നിങ്ങളുടെ കൂട്ടുകാരെ കണ്ടുകൂടാന്നാവും. നിങ്ങളുടെ വീട്ടുകാരെ കാണാൻ പറ്റില്ല, അവരെ വിളിക്കാൻ പറ്റില്ല. അവരെങ്ങനെ നിങ്ങളെ വിളിച്ചാൽ പ്രശ്നം. ഒരുമാതിരി അസൂയയും പിന്നെ ഒരു പൊസസീവ്നെസ്സൊക്കെ അവർ പുറത്തെടുക്കും. നിങ്ങളിതൊക്കെ തിരിച്ചറിയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ സ്നേഹിക്കുന്ന എല്ലാവരിൽ നിന്നും നിങ്ങൾ ഒരുപാട് അകന്നു പോയിട്ടുണ്ടാകും. അവസാനം അവിടെ നിങ്ങൾ മാത്രമാവും, കൂടെ അവരും. സത്യത്തിൽ അവർക്ക് വേണ്ടതും ഇതായിരുന്നു. കാരണം നിങ്ങൾ ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെ അവരുടെ ഇഷ്ടത്തിന് കൺട്രോൾ ചെയ്യാൻ പിന്നെ എളുപ്പമാണല്ലോ. അഞ്ചാമത്തെ ലക്ഷണം, ഇതൊരു വല്ലാത്തൊരവസ്ഥയാണ്. നിങ്ങളെ തകർക്കുന്ന ഒരാളെ നിങ്ങൾ തന്നെ ന്യായീകരിക്കാൻ തുടങ്ങും, ഡിഫെൻഡ് ചെയ്യാൻ തുടങ്ങും. ഇപ്പോൾ പുറത്തുനിന്നുള്ള ഒരാൾ വന്നിട്ട് നിങ്ങളോട് സത്യം പറയുമ്പോൾ, ഡാ അല്ലെങ്കിൽ മോളെ ഇത് ശരിയല്ല, ഈ ബന്ധം നിന്നെ നശിപ്പിക്കുകയാണെന്ന് മുന്നറിയിപ്പ് തരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും. അയ്യോ നിനക്ക് കാര്യം അറിയാനിട്ടാ, അവർ മനഃപൂർവ്വം ചെയ്തതല്ല, അല്ലെ ചെയ്യുന്നതല്ല, സത്യത്തിൽ ആൾ പാവാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അവരെ വെള്ള പൂശാൻ നോക്കും. നിങ്ങളുടെ ഉള്ളിൽ കരയുകയാണെങ്കിൽ പോലും പുറം ലോകത്തിന് മുന്നിൽ അവരൊരു കുറവും വരുത്താതെ നിങ്ങൾ സംരക്ഷിക്കും. എന്തുകൊണ്ടാണെന്നറിയോ?
ആ സത്യം അങ്ങ് സമ്മതിച്ചു കൊടുത്താൽ നിങ്ങൾ അത്രയും കാലം സ്നേഹിച്ച ആളൊരു ഒരു ടോക്സിക് പേഴ്സൺ ആണെന്ന വലിയൊരു വേദന നിങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. ആ റിയാലിറ്റി ഫേസ് ചെയ്യാൻ നിങ്ങൾക്ക് പേടിയാണ്. അതുകൊണ്ട് നിങ്ങളവരെപ്പോഴും ന്യായീകരിച്ചുകൊണ്ടിരിക്കും. ഓർക്കുക, നിങ്ങൾ കുഴിക്കുന്നത് നിങ്ങളുടെ തന്നെ കുഴിയാണ്. 6ാമത്തെ ലക്ഷണം, നിങ്ങൾ അവർക്ക് വേണ്ടി ന്യായീകരണങ്ങളും എക്സ്ക്യൂസസ് കണ്ടെത്താൻ തുടങ്ങും. ഇവിടെ മറ്റുള്ളവരുടെ മുന്നിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്നത് മാത്രമല്ല നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങളെ തന്നെ വിശ്വസിപ്പിച്ചു തുടങ്ങും. എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്, ഞാൻ അവരങ്ങനെ പറയരുതായിരുന്നു, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പെരുമാറരുതായിരുന്നു, ഒരു പക്ഷേ സങ്കടമൊക്കെ ഞാൻ അർഹിക്കുന്നത് തന്നെ ആവാം എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങും, എന്നൊക്കെ നിങ്ങൾ സമാധാനിക്കാൻ തുടങ്ങും. ഇതാണ് ഈ കെണിയിൽ ഏറ്റവും ഭീകരമായ അവസ്ഥ. കാരണം ഈ വേദനയൊക്കെ നിങ്ങൾ അർഹിക്കുന്നതാണെന്ന് നിങ്ങൾ ഒരു തവണ വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് രക്ഷപ്പെടുക എന്നത് അസാധ്യമായിട്ട് മാറും. നിങ്ങളായിട്ട് തന്നെ ആ ബന്ധത്തിൽ തളച്ചിടുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളെ തകർക്കുന്ന ഒരാൾക്ക് വേണ്ടി നിങ്ങൾ എന്തിനാണ് നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തുന്നത്? 7ാമത്തെ ലക്ഷണം, നിങ്ങളുടെ മനസ്സ് പതിയെ മരവിച്ചു തുടങ്ങും. പഴയ ആ ആവേശമൊന്നും ഇപ്പം നിങ്ങൾക്കില്ല. നിങ്ങൾ പഴയതുപോലെ ചിരിക്കാറില്ല, പഴയതുപോലെ സന്തോഷിക്കാറില്ല. ഒരു തരം ശൂന്യത, എന്തിനോ വേണ്ടി ജീവിക്കുന്നൊരു തോന്നൽ മാത്രം. വല്ലാത്തൊരു ഒറ്റപ്പെടൽ നിങ്ങളുടെ ഉള്ളിൽ അനുഭവിക്കുന്നുണ്ടാവും. ഇത് നിങ്ങൾ തളർന്നു പോയതുകൊണ്ടല്ല കേട്ടോ. സത്യത്തിൽ നിങ്ങളുടെ മനസ്സ് നിങ്ങളെ തന്നെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതാണ്. ആ വേദന അങ്ങേയറ്റം എത്തുമ്പോൾ ഇന്നത് താങ്ങാൻ കഴിയില്ലെന്ന് തോന്നുമ്പോൾ മനസ്സ് തന്നെ ഓരോ ഇമോഷൻസിനെയും അങ്ങ് ഷട്ട് ഡൗൺ ചെയ്യും, ക്ലോസ് ചെയ്യും. അതുകൊണ്ടാണ് ഒന്നും അനുഭവപ്പെടാത്ത ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തുന്നത്. ശരിക്കും നിങ്ങളൊരു ഒരു റോബോട്ടൊക്കെ പോലെ ആയി മാറുകയാണ്. 8ാമത്തെ ലക്ഷണം, ഇതാണ് ഏറ്റവും ഡേഞ്ചറസ് ആയ അവസ്ഥ. നിങ്ങൾ കാര്യങ്ങൾ മറച്ചു വയ്ക്കാൻ തുടങ്ങും, ഹൈഡ് ചെയ്യാൻ തുടങ്ങും. നിങ്ങളുടെ ലൈഫിൽ ശരിക്കും എന്താ നടക്കുന്നതെന്ന് നിങ്ങൾ ആരോടും പറയില്ല. ബെസ്റ്റ് ഫ്രണ്ട്സിനോടോ വീട്ടുകാരോടോ ഒന്നും തന്നെ തുറന്നു പറയില്ല. പുറമെല്ലാം ഭയങ്കര ഹാപ്പി എന്ന് അഭിനയിക്കും. എന്നിട്ടാണെന്നറിയോ, ആ സത്യം മുഴുവൻ അവരെ അറിഞ്ഞാലും ഇതൊന്നും ശരിയല്ല, നീ ആ ബന്ധം ഭയം വലിച്ചെറിഞ്ഞിട്ട് വീട്ടിലേക്ക് വന്നവർ പറയുമെന്ന് നിങ്ങൾക്കറിയാം. ആ ഒരു സത്യം കേൾക്കാനും നിങ്ങൾ എപ്പോഴും തയ്യാറായിട്ടില്ല, റെഡി ആയിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങളെല്ലാവരോടും കള്ളം പറയുന്നത്. പക്ഷെ ഒരു കാര്യം ഓർക്കുക, നിങ്ങൾ ഈ ഒളിച്ചുകളി നടത്തുന്നത് അവരോടല്ല, നിങ്ങളോട് തന്നെയാണ്. ഒരു കാര്യം ക്ലിയർ ആയിട്ട് പറയാം, ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ നഷ്ടപ്പെടുന്ന പോലെ തോന്നുന്നുണ്ടോ? എപ്പോഴും ഒരു പേടിയും കൺഫ്യൂഷനും, മനസ്സുമില്ലാതെ തകർന്നു പോകുന്നൊരവസ്ഥ. സുഹൃത്തെ, സത്യം പറഞ്ഞാൽ ഇതൊരു സ്നേഹമല്ല. യഥാർത്ഥ സ്നേഹം ഒരിക്കലും നിങ്ങളെ തളർത്തില്ല, നിങ്ങളില്ലാതാക്കില്ല. സ്നേഹത്തിൻ്റെ പേരിൽ ഒരിക്കലും നിങ്ങൾ ഉള്ളിൽ നീറി കഴിയേണ്ട ആവശ്യമില്ല. ഓർക്കുക, സ്നേഹം എന്ന് പറയുന്നത് നിങ്ങളെ വളർത്താനായിരിക്കണം, തളർത്താനാവരുത്. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ അത് നിങ്ങളുടെ ജീവിതമാണെന്ന് നിങ്ങൾ തോന്നുന്നുണ്ടോ? എങ്കിൽ പ്ലീസ് ഇനി ഇത് കണ്ടില്ലെന്ന് നടിക്കരുത്. നിങ്ങൾക്ക് വിശ്വാസമുള്ള ആരോടെങ്കിലും മനസ്സ് തുറന്ന് സംസാരിക്കുക, ആരുടെങ്കിലും സഹായം ചോദിക്കുക. കാരണം ഈ വേദനകളെല്ലാം ഒറ്റയ്ക്ക് സഹിക്കേണ്ട ഒരാളല്ല നിങ്ങൾ. പിന്നെ ഒരു കാര്യം കൂടി, ഇത്തരം ബന്ധത്തിൽ നിന്ന് പുറത്തു കിടക്കുന്നതിനേക്കാൾ പ്രയാസം എനിക്കിതിൽ നിന്ന് പുറത്തു പോകണമെന്ന് സ്വയം തിരിച്ചറിയുന്നതിനാണ്. ഈ വീഡിയോ നിങ്ങളുടെ കണ്ണുറപ്പിച്ചോ? എങ്കിൽ ഇത് ആവശ്യമുള്ള മറ്റൊരാളുടെ കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ചിലപ്പോൾ ഒരു ചെറിയ വീഡിയോ മതിയാകും ഒരാളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും പറയുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. നല്ലൊരു ദിവസം നേരുന്നു.